ലാലേട്ടനോട് കൂടെ ഉള്ള എക്സ്പീരിയൻസ്? ഞാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ചില കാര്യങ്ങൾ എടുക്കുമ്പോൾ ഇപ്പൊ നമുക്കൊരു പാറ്റേൺ അറിയാം, കൂടെ വന്നിട്ട് ഒരു പാറ്റേൺ അറിയാം. അപ്പൊ നമ്മളിങ്ങനെ നോക്കും, ഇവിടെ എന്തായിരിക്കും വേറെ ആളുകളൊക്കെ ഉണ്ടാവും, വീട്ടിലായിരിക്കും ചിലപ്പം. അപ്പൊ ഞാൻ ഇതിനെങ്ങനെയാണ് കൗണ്ടർ ചെയ്യാൻ പോകുന്നത്, എത്ര സെക്കൻഡ് എടുക്കുമായിരിക്കും റിയാക്ഷൻ, കാരണം എനിക്കിഷ്ടം ഇങ്ങനെ അനലൈസ് ചെയ്യാനും കൂടെ അല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ ചെറിയൊരു ഞാൻ ശ്രദ്ധിച്ചത്, പണ്ട് നിസ്സാര കാര്യമാണ്, ഞാൻ റിങ്ങിന്റെ ഒരു ഓർമ്മയുണ്ടോ, അപ്പൊ ഞാനത് അന്ന് ഒരു കരവനിൽ ഏതൊരു സിനിമയുടെ ലൊക്കേഷനിൽ ഞാനിങ്ങനെ, അപ്പൊ ഭയങ്കര ഇഷ്ടമായി. ദിസ് ഇസ് നോട്ട് അബൌട്ട് മീ, എന്നെ പറ്റി പറയാൻ വേണ്ടിയിട്ടല്ലേ തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഇതിന്റെ റിങ്ങിന്റെ കുറെ കാര്യങ്ങളുണ്ട്, ഇത് നമ്മുടെ മസിൽസും ഫിംഗേഴ്സ് ഒക്കെ ഒരു മൈൻഡ് ബ്രെയിൻ കോർഡിനേഷൻ, ഹാൻഡ് ബ്രെയിൻ കോർഡിനേഷൻ ഉണ്ട്. അപ്പൊ ചേട്ടൻ പറഞ്ഞു, അമ്മനെ എനിക്കിത് പഠിക്കണം. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് ഒരുപാട് സമയം എടുക്കും, പഠിപ്പിച്ചു തരാം, പക്ഷെ ഒരുപാട് സമയം എടുക്കും. അപ്പൊ പറഞ്ഞു, അതിനെന്താ, എനിക്ക് എത്ര സമയമുണ്ട്, ഇപ്പൊ ഓരോ ഷോട്ടിന്റെ ഇടയിൽ ഗ്യാപ്പ്, ഞാനിവിടെ ഇരിക്കല്ലേ, എനിക്ക് ഇഷ്ടം പോലെ സമയമില്ലേ. ഞാൻ എൻ്റെ ഈഗോയിൽ ഇങ്ങനെ മെൽറ്റായിട്ട് ഡ്രോപ്പായിട്ട് ഞാൻ നമ്മളെല്ലാം എന്നാ നീ സമയമില്ല എന്ന് പറയുന്നത്, ആരുടെ മുമ്പിൽ എന്നിട്ട് സംസാരിക്കുന്നത്. ഞാൻ അതിന് ശേഷം ഈ സമയമില്ല എന്നുള്ള കാര്യം പറയലില്ല. ചില കാര്യങ്ങൾ നമുക്ക് ഇമ്മീഡിയറ്റ്ലി സ്ട്രൈക്ക് ആവും. ഇതുപോലത്തെ കുറെ മാജിക് ഉണ്ട്, അതാണ് അതിന് പേഴ്സൺ ഫുൾ ഓഫ് മാജിക് എന്നാണ് നമ്മൾ. ലാലേട്ടനെ പറ്റി പറയുവാണെങ്കിൽ എന്താ, ഞാൻ അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് കൊടുത്തപ്പോൾ അതിൽ എഴുതിയത്.